Hello friends, Hi Kitchen Recipes in Malayalam എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്യാൻ പോകുന്നത് വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു സോസേജ് കറി റെസിപ്പിയാണ്. ഇത് ബ്രെഡിന്റെ കൂടെയും ചപ്പാത്തിയുടെ കൂടെയൊക്കെ നല്ലൊരു കോമ്പിനേഷൻ ആണ്. ഇത് എങ്ങനെ ചെയ്യാൻ നമുക്ക് കണ്ടുവെക്കാം. ആദ്യം നമുക്ക് കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. നമുക്കിവിടെ സൺഫ്ലവർ ഓയിൽ അല്ലെങ്കിൽ കനോല ഓയിൽ ആണ് ഉപയോഗിക്കേണ്ടത്. ചൂടായ എണ്ണയിലോട്ട് 1/4 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കാം. കടുക് പൊട്ടുമ്പോൾ കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർക്കാം. ഇതിൻ്റെ പുറകെ 2 ഉണക്കമുളകും കൂടെ ചേർത്ത് കൊടുക്കാം. ഈ ഒരു രീതിയിൽ കടുക് പൊട്ടിക്കുമ്പം സോസേജ് കറിക്ക് ഒരു പ്രത്യേക രുചിയാണ് കിട്ടുന്നത്. ഞാനിവിടെ 2 വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്. നല്ല വലിയ വെളുത്തുള്ളി ആയതുകൊണ്ടാണ്. ഇപ്പോൾ ഭയങ്കര ചെറിയ വെളുത്തുള്ളിയൊക്കെ ആണെങ്കിൽ 3 വരെ ചേർക്കാം. 2 പച്ചമുളകും ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, ഇത് 3 കൂടെ ചെറുതാക്കി ചോപ്പ് ചെയ്തതാണ് ചേർക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് 3 കൂടെ പേസ്റ്റ് ആക്കിയും ചേർക്കാം. അപ്പോൾ കുറച്ചും കൂടി ടേസ്റ്റ് ആയിരിക്കും. അങ്ങനെ നമ്മൾ ചേർത്തിട്ടുള്ള വെളുത്തുള്ളിയുടെ നിറമൊക്കെ ചെറിയൊരു ബ്രൗൺ കളറായി തുടങ്ങുന്ന സമയത്ത് ഇതിലോട്ട് 4 മീഡിയം സൈസ് സവോള ചേർക്കാം. ഇത് ചെറുതാക്കി ചോപ്പ് ചെയ്തതാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ നീളത്തിൽ നേരിയ പീസാക്കി അരിഞ്ഞതും ചേർക്കാം. ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കണം. പിന്നെ സോസേജിൽ ഉപ്പ് ഉള്ളതുകൊണ്ട് തന്നെ ഉപ്പ് കൂടി പോകാണ്ട് ശ്രദ്ധിക്കണം. ഈ സവോള നന്നായിട്ട് വഴറ്റി നല്ലൊരു കാരമലൈസ്ഡ് ആയി കിട്ടണം. നല്ലൊരു ഗോൾഡൻ ബ്രൗൺ കളറായി തുടങ്ങുന്ന ആ ഒരു ടൈമിൽ വേണം നമ്മൾ ബാക്കിയുള്ള സ്പൈസസ് എല്ലാം ചേർക്കാനായിട്ട്. ഇതിപ്പോൾ അത്യാവശ്യം നന്നായിട്ട് കാരമലൈസ് ആയി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലോട്ട് സ്പൈസസ് ചേർത്ത് കൊടുക്കാം. പൊടികൾ ചേർക്കുന്നതിന് മുന്നേ ഒരുപാട് തീ കൂട്ടി വെക്കരുത്, അത് കരിഞ്ഞു പോകാനൊക്കെ ചാൻസ് ഉണ്ട്. അപ്പോൾ നമുക്കിതിലോട്ട് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. ഇതിൻ്റെ പുറകെ 2.25 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡറും ചേർക്കാം. ഇതിലോട്ട് 1 ടീസ്പൂൺ മല്ലിപ്പൊടി ചേർക്കാം. 1/4 ടീസ്പൂൺ ഗരം മസാലയും ചേർക്കാം. 1/2 ടീസ്പൂൺ കുരുമുളക് പൊടിയും കൂടെ ചേർക്കുന്നുണ്ട്. ഈ പൊടികളുടെ പച്ചമണം മാറുന്ന വരെ ഒരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് വഴറ്റിയെടുക്കാം. ഏകദേശം ഒരു 5-6 മിനിറ്റൊക്കെ എടുക്കും. ഇതിപ്പോൾ പച്ചമണമെല്ലാം മാറി നല്ല കറക്റ്റ് പാകമായി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിതിലോട്ട് 2 മീഡിയം സൈസ് ചോപ്പ് ചെയ്തിട്ടുള്ള ടൊമാറ്റോസും ചേർത്ത് കൊടുക്കാം. ചേർത്തിട്ടുണ്ടായിരുന്ന ടൊമാറ്റോസ് എല്ലാം നന്നായിട്ട് യോജിച്ച് കിട്ടിയിട്ടുണ്ട്. നല്ല കറക്റ്റ് പരുവായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലോട്ട് സോസേജ് ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 8 മീഡിയം സൈസ് ചിക്കൻ സോസേജസ് ആണ് ചേർക്കുന്നത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ടൈപ്പ് സോസേജ് യൂസ് ചെയ്യാവുന്നതാണ്. ഇതുപോലെ റൗണ്ടായിട്ട് സ്ലൈസ് ചെയ്താണ് ചേർക്കുന്നത്. നല്ലൊരു സ്മെല്ലിന് വേണ്ടിയിട്ട് കുറച്ച് മല്ലിയില ചോപ്പ് ചെയ്തതും കൂടെ ചേർത്ത് കൊടുക്കാം. നമുക്ക് എത്രത്തോളം ഗ്രേവി വേണം അതനുസരിച്ചുള്ള നേരിയ ചൂടുവെള്ളം നമുക്ക് കുറേശ്ശെ ഒഴിച്ചു കൊടുക്കാം. ഒരുപാട് വെള്ളം പോലെ ആക്കേണ്ട ആവശ്യമില്ല. അതിനുശേഷം ഇത് നന്നായിട്ടൊന്ന് തിളച്ച് ചെറുതായിട്ടൊന്ന് കുറുകി വരണം. ഇനി നമുക്കിതിനെ മൂടി വെച്ച് തിളപ്പിച്ചെടുക്കാം. അപ്പോൾ ഒന്ന് കുറുകിയൊക്കെ കിട്ടിക്കോളും. ഇത് പെട്ടെന്ന് തന്നെ സോസേജ് ആവട്ടെ, ഒരുപാട് സമയമൊന്നും എടുക്കില്ല. അപ്പോൾ ഇത് കണ്ടാൽ ഇപ്പോൾ അത്യാവശ്യം നന്നായിട്ട് കുറുകി വന്നിട്ടുണ്ട്. അപ്പോൾ വളരെ ടേസ്റ്റി ആൻഡ് സ്പൈസി ആയിട്ടുള്ള സോസേജ് കറിയുടെ റെഡി ആയിട്ടുണ്ട്. ഒന്ന് ഗാർണിഷ് ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ചും കൂടെ ചോപ്പ് ചെയ്തിട്ടുള്ള മല്ലിയിലയും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതുവരെ ഇതുപോലെ ട്രൈ ചെയ്യാത്തവരാണെങ്കിൽ തീർച്ചയായിട്ടും ഈ രീതിയിൽ ട്രൈ ചെയ്ത് നോക്കണം. വളരെ എളുപ്പമാണ്, വളരെ ടേസ്റ്റിയാണ്. ഇത് ബ്രെഡിൻ്റെ കൂടെയും ചപ്പാത്തിയുടെ കൂടെയൊക്കെ നല്ലൊരു കോമ്പിനേഷനാണ്. അപ്പോൾ ഇനി അടുത്ത റെസിപ്പി വീഡിയോയിൽ കാണാം. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. ബൈ.